അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. വീണ്ടും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് കഴിഞ്ഞ 2 ക്ലാസ്സുകളിലെയും തുടർച്ചയാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞത് എന്താണ് ക്രെഡിറ്റ് സ്കോർ എന്നും നമ്മുടെ ക്രെഡിറ്റ് സ്കോർ എങ്ങനെ മെച്ചപ്പെടുത്താമെന്നും ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ ഇന്ത്യക്കകത്ത് നമുക്ക് ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുമ്പോൾ ആ സ്കോർ നിർണ്ണയിച്ചു തരുന്ന ചില ഏജൻസികളുണ്ട് ഇന്ത്യയിൽ. നമ്മുടെ എല്ലാ ബാങ്കുകളും ഇവരെയാണ് ആശ്രയിക്കുന്നത്. ഈ ക്രെഡിറ്റ് സ്കോർ നൽകുന്ന ഏജൻസികളാണ് ആശ്രയിക്കുന്നത്. ഇന്ത്യയിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അംഗീകരിച്ച 4ഓളം ഏജൻസികളുണ്ട്. ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഒന്നാമത് സിബിൽ എന്ന് പറയും. സിബിൽ എന്ന് നമ്മൾ വിളിക്കുന്നതാണ് സിബിൽ. രണ്ടാമത്തത് ഇക്വിഫാക്സ് ആണ്. മൂന്നാമത്തത് എക്സ്പീരിയൻ ആണ്. നാലാമത്തത് സ്ക്രിപ്റ്റ് ഹൈമാർക്കാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് പരിശോധിക്കുക. സിബിൽ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും പ്രബലമായ ഒരു ക്രെഡിറ്റ് ഏജൻസിയാണ്. ഇന്നും പലരും പറയുന്നത് സിബിൽ എന്ന് പറയുന്ന ഒരു സ്കോർ എന്നാണ്. ഒരിക്കലും അത്തരത്തിലൊരു തെറ്റിദ്ധാരണ വെച്ച് പുലർത്തരുത്. കാരണം ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോ ഇന്ത്യ ലിമിറ്റഡ് എന്നുള്ളതാണ് സിബിലിൻ്റെ ഫുൾ ഫോം. ആ ഏജൻസിയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോ ഇന്ത്യ ലിമിറ്റഡ് എന്നാണ്. നമ്മുടെ ഇന്ത്യയിൽ ആദ്യത്തേതും ഏറ്റവും പ്രശസ്തവുമായ ക്രെഡിറ്റ് ഇൻഫർമേഷൻ ഏജൻസിയാണ് സിബിൽ എന്ന് പറയുന്നത്. വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും വായ്പാ യോഗ്യത പരിശോധിക്കുന്നതിലേക്ക് വേണ്ടി ബാങ്കുകളെയും ധനകാര്യ സ്ഥാപനങ്ങളെയും സഹായിക്കുന്നു. അല്ലെങ്കിൽ ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും കൃത്യമായൊരു റിപ്പോർട്ട് നൽകുന്നതിൽ മുഖ്യധാരാ പങ്ക് വഹിക്കുന്ന ക്രെഡിറ്റ് ഏജൻസിയാണ് സിബിൽ എന്ന് പറയുന്നത്. ഇവരുടെ സ്കോർ നിർണ്ണയിക്കുന്നത് 300 മുതൽ 900 വരെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സിബിൽ എന്ന് പറയുന്ന ഏജൻസി പുറപ്പെടുവിക്കുന്ന ആ ഒരു സ്കോറിംഗ് സംവിധാനത്തെയാണ് സിബിൽ സ്കോർ എന്ന് നമ്മൾ വിളിക്കുന്നത്. മാത്രമല്ല, നമുക്ക് വർഷത്തിലൊരു പ്രാവശ്യം സിബിലിൻ്റെ സൈറ്റിൽ കയറിയാൽ നമുക്ക് സിബിൽ സ്കോർ സൗജന്യമായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. ഏറ്റവും അപ്ഡേറ്റ് ചെയ്ത് അത് കൃത്യമായിട്ട് എല്ലാ പേരും സിബിൽ സ്കോർ ഡൗൺലോഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. സിബിൽ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. കാരണം അതിൽ നമുക്ക് എന്തെങ്കിലും, ഇപ്പോൾ സോഫ്റ്റ്വെയർ ആണ്, ഓൺലൈനാണ്, നെറ്റ്വർക്കിംഗ് ആണ്, ഇൻ്റർനെറ്റൊക്കെ ഉപയോഗിച്ച് വരുന്നില്ലേ. അപ്പോൾ എന്തെങ്കിലും തെറ്റായ റിപ്പോർട്ട്, അത് നമ്മുടെ പേരിലുള്ള സിബിൽ റിപ്പോർട്ടിൽ, ക്രെഡിറ്റ് റിപ്പോർട്ടിൽ എന്തെങ്കിലും തെറ്റായ കാര്യങ്ങളുണ്ടോ, ഏതെങ്കിലും മാറ്റാനുണ്ടോ അല്ലെങ്കിൽ തിരുത്താനുണ്ടോ എന്നൊക്കെയുള്ളത് നമുക്ക് പറയാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് സിബിലിൻ്റെ സൈറ്റിൽ തന്നെ നമുക്കത് കൊടുക്കാൻ കഴിയും. അത് മാത്രമല്ല, നമ്മൾ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ റിപ്പോർട്ട് പരിശോധിക്കണം. നമ്മുടേതല്ലാത്ത എന്തെങ്കിലും രീതിയിൽ വായ്പകളോ മറ്റോ കയറി വന്നിട്ടുണ്ടോ. എത്രയോ പേർക്ക് റിപ്പോർട്ട് എടുക്കുമ്പോൾ പറയാറുണ്ട്, ഞാൻ ഈ ലോൺ എടുത്തിട്ടില്ല, പക്ഷേ എൻ്റെ റിപ്പോർട്ടിൽ ഇത് കാണുന്നു. അപ്പം 3 മാസം കൂടുമ്പോഴാണ് സിബിൽ റിപ്പോർട്ട് അപ്ഡേറ്റ് ചെയ്യുന്നത്. ഈ 3 മാസം കൂടുന്നതിനകത്ത് നമുക്കൊരു സിബിലിൻ്റെ സൈറ്റിൽ കയറിയിട്ട് റൈസ് ഡിസ്പ്യൂട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ റൈസ് ഡിസ്പ്യൂട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ കയറിയിട്ട് ആ റിപ്പോർട്ട് അതിൽ കയറി നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് അത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് 3 മാസം കഴിയുമ്പോൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി സിബിൽ സ്കോറിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം. സിബിൽ എന്ന് പറയുന്ന ഏജൻസി പുറപ്പെടുവിക്കുന്ന സ്കോറിംഗ് സംവിധാനമാണ് നമ്മുടെ സിബിൽ എന്ന് പറയും. ഈ സിബിൽ സ്കോർ, ഈ സ്കോർ എന്ന് പറയുന്നത്, നമുക്ക് സിബിൽ സ്കോർ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് പറയാൻ കഴിയുന്ന ഉദാഹരണം എന്ന് പറഞ്ഞാൽ, ഒരു വർഷം മുഴുവനും പഠിക്കുന്ന വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയിട്ട് കിട്ടുന്ന മാർക്ക് എങ്ങനെയായിരിക്കും? 100-ൽ 50, 100-ൽ 80, ഇങ്ങനെ ഒരു ഔട്ട് ഓഫ് ആയിരിക്കും അല്ലേ. അതുപോലെ 900-ൽ എത്രയാണ് എന്നുള്ളതാണ് സിബിൽ എല്ലാ ക്രെഡിറ്റ് സ്കോറുകളും പറയുന്നതെന്ന് നമ്മൾ ഓർക്കണം. ഓക്കെ, അപ്പോൾ ക്രെഡിറ്റ് സ്കോർ എങ്ങനെയാണ് നമുക്ക് പരിശോധിക്കാം. ഇപ്പോൾ 380 മുതൽ 549 വരെ ആണെങ്കിൽ വളരെ മോശപ്പെട്ട സ്കോറാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്ന് വെച്ചാൽ ഇത്തരക്കാർക്ക് തിരിച്ചടവ് തൃപ്തികരമല്ല. പല കാരണങ്ങൾ കൊണ്ട് തിരിച്ചടവ് കൃത്യമാകുന്നില്ല. ഇവരുടെ സിബിൽ സ്കോർ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നർത്ഥം. ഇനി രണ്ടാമതൊരു കാറ്റഗറി ഉണ്ട്, 550 മുതൽ 649 വരെ. ഈ തലത്തിലുള്ളവരുടെ സ്കോർ ഭേദപ്പെട്ട സ്കോറായി കണക്കാക്കുന്നു. പക്ഷേ ഇത്തരക്കാർക്ക് ലോൺ കിട്ടാൻ സാധ്യതയില്ല. കാരണം എവിടെയൊക്കെയോ ചില പ്രശ്നങ്ങൾ ഇവർക്കുണ്ട്, തിരിച്ചടവിലോ അങ്ങനെ പല കാര്യങ്ങളും എവിടെയൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അത് റെക്ടിഫൈ ചെയ്തെടുക്കാൻ കഴിയും പൂർണ്ണമായിട്ടും. മൂന്നാമതൊരു കാറ്റഗറി ഉണ്ട്, 650 മുതൽ 749 വരെ. ഈ തലത്തിലുള്ളവർ കൃത്യമായ പാതയിലാണ്. ഇത്തരക്കാർക്ക് വായ്പ കിട്ടാൻ വളരെ എളുപ്പമാണ്, കുറച്ചുകൂടിയൊക്കെ എളുപ്പമാണ്. വേറെ വായ്പ അപേക്ഷയിലോ വേറെ ക്ലറിക്കൽ എറേഴ്സോ അങ്ങനെയൊന്നും ഇല്ല എങ്കിൽ ഈ സ്കോർ ഉള്ളവർക്കും വായ്പ കിട്ടും. ഏറ്റവും ഉത്തമരായ സ്കോർ ഉള്ളതെന്ന് പറയുന്നത് 750 മുതൽ 900 വരെയാണ്. 750 മുതൽ 900 വരെയാണ്. ഇവർ ഉത്തമരായ സ്കോർ ഉള്ളവരാണ്.
ഇവർക്ക് വായ്പാ തിരിച്ചടവുകളെല്ലാം പെർഫെക്റ്റ് ആയിരിക്കും, റീപേയ്മെൻ്റ് എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും, ഇവർ കൃത്യമായി മോണിറ്റർ ചെയ്യുന്നവരായിരിക്കും, ലോണിൻ്റെ കാര്യത്തിൽ കൃത്യമായി പെൻഡിങ് ഇല്ലാതെ ലോൺ അടച്ചു തീർക്കുന്നവരായിരിക്കും. അപ്പോൾ ഇത്തരക്കാർക്കും സ്കോർ മെച്ചപ്പെട്ടതായിരിക്കും, ഇത്തരക്കാർക്ക് വളരെ പെട്ടെന്ന് ലോൺ കിട്ടും. ഇനി നമുക്കിതിനെ ഞാൻ പറഞ്ഞ സ്കൂളിൻ്റെ മാർക്കിംഗ് സിസ്റ്റം നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ എങ്ങനെ പറയാം? പരാജയപ്പെട്ടവൻ അല്ലെങ്കിൽ പരീക്ഷ എഴുതി ഫെയിലിയർ ആയവൻ ആരാണ്? അവരുടെ സ്കോറാണ് 350 മുതൽ 549 വരെയുള്ള സ്കോർ. അവർ പരാജയപ്പെട്ട അല്ലെങ്കിൽ ഫെയിലിയേഴ്സാണ്. 550 മുതൽ 649 വരെയുള്ള സ്കോർ എന്ന് പറഞ്ഞാൽ ഭേദപ്പെട്ട സ്കോറാണെങ്കിലും ഇത്തരക്കാരൻ നമുക്ക് ജസ്റ്റ് പാസ് എന്ന് പറയാം. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് പാസ് എന്ന് കണക്കാക്കാം. 650 മുതൽ 749 വരെയുള്ള സ്കോർ ഉള്ളവരാണെങ്കിൽ അവരെ ഫസ്റ്റ് ക്ലാസ് വാങ്ങിച്ചവരെന്ന് പറയാം, ഫസ്റ്റ് ക്ലാസ് മാർക്ക് മേടിക്കണം. ഇനി 750 മുതൽ 900 വരെ സ്കോർ വരുന്നവരാണ് ഇവർ ഡിസ്റ്റിങ്ഷൻ മാർക്ക് വാങ്ങിയവരും. നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ നമുക്ക് ഇങ്ങനെ തരംതിരിച്ച് പറയാം. ഈ 4 കാറ്റഗറി സ്കോറിങ്ങിന് 4 രീതിയിലായിട്ട് തിരിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഫെയിലിയർ, ജസ്റ്റ് പാസ്, ഫസ്റ്റ് ക്ലാസ്, ഡിസ്റ്റിങ്ഷൻ, ഇങ്ങനെ നമുക്ക് തരംതിരിക്കാം. നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. അപ്പോൾ ഒന്നാമത്തത് സിവിൽ സ്കോറാണ്. നമുക്ക് എല്ലാവർക്കും വർഷത്തിൽ ഒരു പ്രാവശ്യം സിവിലിൻ്റെ ഏജൻസിയിൽ കയറിയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. രണ്ടാമത്തതെന്ന് പറയുന്നത് എക്സ്പീരിയൻ ആണ്. എക്സ്പീരിയൻ ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്നാണ് എക്സ്പീരിയനെ പറയുന്നത്. ലോക പ്രശസ്തമായ എക്സ്പീരിയൻ കമ്പനിയുണ്ട്. വേൾഡിൽ നമുക്കറിയുന്ന എക്സ്പീരിയൻ കമ്പനിയുടെ ഇന്ത്യയിലെ ശാഖയാണ് ക്രെഡിറ്റ് സ്കോർ നിർണ്ണയിക്കുന്നത്. വ്യക്തികൾക്കും സംരംഭങ്ങൾക്കും ഒരു ക്രെഡിറ്റ് സ്കോർ നിർണ്ണയിച്ച് കൊടുക്കുന്നു. ഇവരുടെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 300 മുതൽ 900 വരെയാണ് സ്കോർ. അതുപോലെ തന്നെ മൂന്നാമത്തെ ഏജൻസി എന്ന് പറയുന്നത് ഇക്വിഫാക്സ് ക്രെഡിറ്റ് ഇൻഫർമേഷൻ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ഇക്വിഫാക്സ് എന്ന് പറയുന്നത് ഒരു ആഗോള കമ്പനിയാണ്. ഇവർ ഇന്ത്യക്കകത്തൊരു ശാഖയുണ്ട്. ആ ശാഖയാണ് വ്യക്തികൾക്കും അതുപോലെ കോർപ്പറേറ്റ് കമ്പനികൾക്കുമൊക്കെ ക്രെഡിറ്റ് സ്കോർ നിർണ്ണയിച്ചു കൊടുക്കുന്നത്, അതിൻ്റെ സേവനങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. നാലാമത്തെന്ന് പറയുന്നത് ക്രിഫ് ഹൈമാർക്കാണ്. ക്രിഫ് ഹൈമാർക്ക് ക്രെഡിറ്റ് ഇൻഫർമേഷൻ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇവരെന്ന് പറയുന്നത് ക്രെഡിറ്റ് സ്ഥാപനവും ക്രെഡിറ്റ് ഏജൻസിയും തമ്മിൽ സമ്മതിച്ചുറപ്പിച്ച പ്രകാരം മാസം കൂടുമ്പോഴോ മറ്റേതെങ്കിലും ഇടവേളകളിലോ ക്രെഡിറ്റ് വിവരം വെബ്സൈറ്റിൽ ഇവർ ചേർക്കും. അതുപോലെ തന്നെ ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ചെറിയ വായ്പാ സേവനങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. അതുപോലെ തന്നെ ഗ്രാമമേഖലകളിലൊക്കെയാണ് ഇവർ കൂടുതലായിട്ടും, അതുപോലെ തന്നെ ലഘു വായ്പകളിലൊക്കെയാണ് കൂടുതൽ ഇവരുടെ റിപ്പോർട്ട് ആശ്രയിക്കുന്നത് ബാങ്കുകൾ. ഇനി അഞ്ചാമതുണ്ട് ഇന്ത്യ റേറ്റിംഗ് ആൻഡ് റിസർച്ച്. ഇന്ത്യ റേറ്റിംഗ് ആൻഡ് റിസർച്ച് എന്ന് പറയും. ഈ ലോണുകൾക്ക് റേറ്റിംഗ് നൽകുന്ന ഒരു സ്ഥാപനമാണ്. ഫിച്ച് ഗ്രൂപ്പിൻ്റെ ഭാഗമാണ്. വ്യക്തി കേന്ദ്രീകൃത സേവനങ്ങൾക്കൊപ്പം ബിസിനസ് റേറ്റിംഗും പ്രാധാന്യം വഹിക്കുന്നു. ഇവരുടെ സേവനം ലഭിക്കാൻ ഓരോ ഏജൻസിയും വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുക. നമ്മൾ ഈ പറഞ്ഞ ഏജൻസികളിലൊക്കെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുക. നമുക്ക് പാൻ കാർഡും ആധാറും ഉണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്തെടുക്കാന്നേ ഉള്ളൂ, പ്രശ്നമില്ല. പാൻ കാർഡ് ഉപയോഗിച്ച് ആധാർ OTP, ആധാറാണല്ലോ മെയിൻ, അപ്പോൾ ആധാർ OTP വെച്ച് നമുക്ക് രജിസ്റ്റർ ചെയ്തെടുക്കാന്നേ ഉള്ളൂ. അടിസ്ഥാന വിവരങ്ങൾ നൽകുക, തിരിച്ചറിയൽ രേഖ അപ്ലോഡ് ചെയ്യുക. ചില ഏജൻസികൾക്ക് ചെറിയ ഫീസ്, അപ്പോൾ ഞാൻ പറഞ്ഞില്ല സിബിലിന് ഒരു പ്രാവശ്യം നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. സിബിൽ എന്ന് പറയുന്ന ഏജൻസിയിൽ നിന്ന് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ചെറിയ ഫീസ് നമ്മൾ അടയ്ക്കേണ്ടി വരും. പലപ്പോഴും എല്ലാ ഏജൻസികളും വർഷത്തിൽ ഒരു പ്രാവശ്യം സൗജന്യ റിപ്പോർട്ട് നൽകാറാണ് പതിവ്. ഇതിൻ്റെ ഉപയോഗം, ഈ ക്രെഡിറ്റ് ഏജൻസികളുടെ ഉപയോഗം എന്താ? വ്യക്തികളുടെ വായ്പാ യോഗ്യത അറിയാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞു, വായ്പ നൽകുന്ന സമയത്ത് ബാങ്കുകൾക്ക് റിസ്ക് വിലയിരുത്താൻ കഴിയും. ഈ വ്യക്തിക്ക് ലോൺ കൊടുക്കുന്നത് എത്രത്തോളം റിസ്ക് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ബാങ്കുകൾക്ക് നൽകുന്ന, നമുക്ക് ലോൺ കിട്ടുന്നതിൽ മുഖ്യമായ ഒരു പങ്ക് വഹിക്കുന്ന, നമുക്ക് വേണ്ടി ബാങ്കിനോട് ഒരു ഉറപ്പ് നൽകുന്ന രേഖയാണ് ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു. ഓക്കെ, വായ്പ നൽകുന്ന സമയത്ത് ബാങ്കുകൾക്ക് റിസ്ക് വിലയിരുത്താൻ കഴിയും. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് നമുക്ക് മോണിറ്റർ ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. കൃത്യമായി എന്താണ് ക്രെഡിറ്റ് സ്കോർ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും ഏതൊക്കെയാണ് ക്രെഡിറ്റ് ഏജൻസി. ഞാൻ പലപ്പോഴും ഫീൽഡിലൊക്കെ, എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ഫീൽഡിലൊക്കെ പോകുമ്പോൾ ഞാൻ എന്താണ് സിബിലെന്ന് ചോദിക്കുമ്പോൾ പലരും ഞാൻ നേരത്തെ പറഞ്ഞത് സ്കോർ എന്നാണ്. ഇനി നമുക്ക് ആ തെറ്റിദ്ധാരണ വരാൻ പാടില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കണം. വായ്പകൾക്ക് പോകുമ്പോൾ ബാങ്കുകൾ പരിശോധിക്കുന്ന രേഖകളിൽ പ്രധാനമായ ഒരു രേഖയാണ് സിബില്. ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ബാങ്ക് ഒരു ഏജൻസിയെ മാത്രം ആശ്രയിക്കില്ല എന്നുകൂടി നമ്മൾ അറിയണം. കാരണം കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള ക്രെഡിറ്റ് റിപ്പോർട്ട് കിട്ടുന്നതിലേക്ക് വേണ്ടിയിട്ട് ഒരു ബാങ്ക് ഒന്നിൽ കൂടുതൽ ഏജൻസികളെ ആശ്രയിക്കാറുണ്ട് പലപ്പോഴും.
ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധയോടെ മനസ്സിലാക്കണമെന്ന് വിശ്വസിക്കുന്നു. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത പുതിയ വിഷയങ്ങളുമായി നമുക്ക് കാണാം. എല്ലാവരും എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ, ടോപ്പിക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമൻറ്റും അഭിപ്രായവുമാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പുതിയ അപ്ഡേഷൻസ് നൽകുന്നത്. നമ്മളിലേക്ക് വീഡിയോ ചെയ്യുമ്പോൾ അപ്ഡേഷൻസ് നൽകുന്നതെന്ന് ഓർക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയുക. നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് പരിഹരിക്കാം. അതിൻ്റെ കൃത്യമായ ആൻസർ ഞങ്ങൾ നൽകാം. ചില വിഷയങ്ങളൊക്കെ ഞങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് വലിയതായിട്ട് പിടുത്തമില്ലാത്തതാണ്. ഷെയർ മാർക്കറ്റിനെ പറ്റി, പുതിയ വേൾഡിലേക്കുള്ള ചില ഷെയർ മാർക്കറ്റുകളെ പറ്റി എന്നോട് ഡൗട്ട് ചോദിച്ചു. അതിനെപ്പറ്റിയൊക്കെ ഞാൻ ഉടനെ വീഡിയോ ചെയ്യും. കാരണം അതിനെപ്പറ്റി എനിക്ക് ഡീപ്പായിട്ട് അറിയില്ല. പക്ഷേ അറിയുന്നവരോട് ഞാനത് ചോദിച്ചിട്ടുണ്ട്. അവരതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, നമുക്ക് ആവശ്യമുള്ള ഒരു ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് അതിൻ്റെ പ്രമുഖരായ വ്യക്തികളെ കൊണ്ടുവന്ന് നമുക്ക് വീഡിയോ ചെയ്യാം. അപ്പോൾ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ഒരു പുതുവത്സരാശംസകൾ.